ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇതിൻ്റെ കോച്ചിങ് നടത്തി വരികയാണല്ലോ. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്യൂസിനെ കുറിച്ചാണ്. നമുക്കതിൽ ഒരു മൊഡ്യൂളിൽ ഫ്യൂസിനെ കുറിച്ചും ടൈപ്സ് ഓഫ് ഫ്യൂസിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. വാട്ട് ഈസ് എ ഫ്യൂസ്? എന്താണ് ഒരു ഫ്യൂസ് എന്ന് വെച്ചാൽ? വാട്ട് ഈസ് എ ഫ്യൂസ്? നമുക്കറിയാം, ഇറ്റ് ഈസ് ഒരു സേഫ്റ്റി ഡിവൈസ് ആണ് അല്ലേ. A fuse is an electrical safety device that operates to provide overcurrent protection of an electrical circuit. അതായത് എന്താണ് ഒരു ഫ്യൂസ് എന്ന് വെച്ചാൽ? ഇതൊരു സേഫ്റ്റി ഡിവൈസാണ്. ഓവർ കറണ്ടിന് പ്രൊട്ടക്ഷനിൽ നിന്നൊക്കെ നമുക്ക് സഹായിക്കുന്നു. ഇറ്റ്സ് എസെൻഷ്യൽ കോമൺ എന്ന് പറയുന്ന ഒരു മെറ്റൽ വയർ, ഒരു സ്ട്രിപ്പാണ്. അതെന്താണ്? ദാറ്റ് മെൽറ്റ്സ് വെൻ ടു മോർ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്, ദെയർ ബൈ ഇൻറ്ററപ്റ്റിംഗ് ദ കറണ്ട്. അതായത് നമ്മളൊരു ഫ്യൂസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ അതിനെന്താണ്, ഒരു മെറ്റൽ സ്ട്രിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു വയർ. ആ ഒരു മെറ്റൽ സ്ട്രിപ്പോ അല്ലെങ്കിൽ ഒരു വയർ വെച്ചാണ് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ കണക്ഷൻ ചെയ്യുന്നത് അല്ലേ. ആ വയറിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആ വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് പറ്റും? അതായത് ആ കറണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഓവർ കറണ്ട് വന്നാൽ എന്ത് പറ്റും? ഈ കറണ്ടിൻ്റെ ഈ കറണ്ട് എന്തായി മാറും? ഒരു ഹീറ്റ് ഡിസിപ്പേഷനായി മാറുമല്ലേ അല്ലേ. ആ ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ കാരണം ആ വയർ എന്താവും? മെൽറ്റ് ആവും, ഉരുകുമല്ലേ. ആ വയർ മെൽറ്റ് ചെയ്യും അല്ലേ. പിന്നെ ആ വയർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പൊട്ടിപ്പോകും അല്ലേ. അത് കാരണം എന്ത് പറ്റും? നമ്മുടെ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് നഷ്ടപ്പെടും. അതായത് ഫ്യൂസിന് അപ്പുറത്തുള്ള ആ ഒരു എക്യുപ്മെൻറ്റ്സ് എല്ലാം എന്തായി നിൽക്കും? അപ്പം സേഫായി നിൽക്കും. അതാണ് ഇത് സേഫ്റ്റി ഡിവൈസ് എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? അതായത് ഇതിനൊരു മെറ്റൽ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വയറുണ്ട്. ആ ഒരു വയർ വെച്ചാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ കണക്ഷൻ ചെയ്യുന്നത്. ആ വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് പറ്റും? ആ കറണ്ട് ഓവർ കറണ്ട് ആയാൽ എന്ത് സംഭവിക്കും? ആ ഓവർ കറണ്ട് ഹീറ്റ് ഡിസിപ്പേഷൻ ചെയ്യും. ആ ഹീറ്റ് ഡിസിപ്പേഷൻ കാരണം അവിടെ ഉണ്ടാകുന്ന ആ വയർ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും. പിന്നെ ആ വയർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് നഷ്ടപ്പെടും. അതാണ് നമ്മുടെ ഫ്യൂസ് എന്ന് വെച്ചാൽ. മനസ്സിലായല്ലോ വാട്ട് ഇസ് എ ഫ്യൂസ് എന്ന് വെച്ചാൽ? ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്യൂസ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറണ്ട് ആണ്. അത് പഠിച്ചോണം. MCQ ആരോ ചോദിച്ചിട്ടുണ്ട്. ഫ്യൂസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറണ്ട് ആണ്. വൈ ഡു വി റിക്വയർ ഫ്യൂസ്? നമ്മൾ എന്തിനാണ് ഫ്യൂസ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം അല്ലേ. എന്തിനാണ് ദിസ് യൂസ് ടു പ്രിവെൻറ്റ് ദി ഹോം അപ്ലയൻസസ് ഫ്രം ദി ഹൈ കറണ്ട് ഓർ ഓവർലോഡ് ഡാമേജ് അല്ലേ. ഹൈ കറണ്ടോ ഓവർലോഡോ കാരണം നമ്മുടെ ഹോം അപ്ലയൻസസ് ഡാമേജ് ആയി പോവാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു പ്രിവെൻഷനാണ് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നത് അല്ലേ. If we use a fuse in the homes, the electrical force cannot happen in the wiring and it does not damage the appliance from the fire of wire burning അല്ലേ. നമ്മൾ ഫ്യൂസ് ഉപയോഗിച്ചാൽ നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഡാമേജ് ആവത്തില്ല. അതിനാണ് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒരു ഫ്യൂസ് വയർ എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ആൻ അലോയ് ഹാവിങ് പ്രോപ്പർട്ടീസ് ഓഫ് സിങ്ക്, കോപ്പർ, സിൽവർ, അലുമിനിയം. അതായത് ഫ്യൂസ് വയർ എന്നാൽ എന്താണ്? സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും അലുമിനിയത്തിൻ്റെ ഒരു അലോയ് ആണ്. ഇതിന് എന്ത് കൂടുതലാണ്? ഇതിന് കണ്ടക്ടിവിറ്റി, ഹൈ കണ്ടക്ടിവിറ്റി ആണ്. പിന്നെ അതുപോലെ എന്താണ്? മെൽറ്റിംഗ് പോയിൻറ്റും കുറവാണ് അല്ലേ. ഹൈ കണ്ടക്റ്റീവ് മെറ്റീരിയലാണ്. പിന്നെ എന്താണ്? ഇതിന് മെൽറ്റിംഗ് പോയിൻറ്റ്, ലോ മെൽറ്റിംഗ് പോയിൻറ്റും ആണ്. അത് ഓർത്തതാണ് നമ്മുടെ ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഫ്യൂസ് വയർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഫ്യൂസ് കിട്ടുന്നത് അല്ലേ. അടുത്ത് പറയുന്നത് ഹൗ ഡു വി സെലക്ട് എ ഫ്യൂസ്? നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്യൂസ് സെലക്ട് ചെയ്യുന്നത്? ആ ഫ്യൂസിൻ്റെ റേറ്റിംഗ് എങ്ങനെയാണ്? ആംബിയറിൽ പറയാം. നമുക്ക് എങ്ങനെ പറയാം? ഫ്യൂസ് റേറ്റിംഗ് ഇൻ ആംബിയർ എന്ന് പറയുന്നത് പവർ ഇൻ വാട്ട് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു 1.25. എങ്ങനെയാണ് ഫ്യൂസ് റേറ്റിംഗ് എന്ന് വെച്ചാൽ? പവർ ഇൻ വാട്ട് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു 1.25. 1.25 എന്ന് വെച്ചാൽ 25% ഓഫ് സേഫ്റ്റി ഫാക്ടറാണ്. ഈസ് ടേക്കൺ ഫോർ ദി കാൽക്കുലേറ്റ് ഫ്യൂസ് റേറ്റിംഗ്. 25% ആണ് നമ്മുടെ 1.25 എന്നൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. പക്ഷേ ചില സ്ഥലത്ത് നമ്മുടെ ഇന്ത്യയിലൊക്കെ 1.25 ആണ്. ചില സ്ഥലത്തൊക്കെ എന്താണ്? ഈ ലോഡ് കൂടിയ സ്ഥലത്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ലോഡിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ലോഡ് കൂടിയ സ്ഥലത്ത് നമ്മൾ എന്താ ഈ 1.5% യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, 50% ഓഫ് സേഫ്റ്റി ഫാക്ടറായിട്ടും യൂസ് ചെയ്യാനുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എത്രയാണ്? 1.25 ആണ്. ഓക്കെ, അടുത്ത് പഠിക്കാവുന്ന ടൈപ്സ് ഓഫ് ഫ്യൂസസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ് ഉണ്ട്. DC ഫ്യൂസസ് ഉണ്ട്, AC ഫ്യൂസസ് ഉണ്ട്. AC ഫ്യൂസസിൽ തന്നെ ഹൈ വോൾട്ടേജ് ഫ്യൂസസ് ഉണ്ട്, ലോ വോൾട്ടേജ് ഫ്യൂസസ് ഉണ്ട്. ഹൈ വോൾട്ടേജ് ഫ്യൂസിൽ വരുന്നതാണ് നമ്മുടെ കാട്രിഡ്ജ് ടൈപ്പ് ഹൈ വോൾട്ടേജ് ഫ്യൂസ് ഉണ്ട്, ലിക്വിഡ് ടൈപ്പ് ഹൈ വോൾട്ടേജ് ഫ്യൂസ് ഉണ്ട്, എക്സ്പൾഷൻ ടൈപ്പ് ഉണ്ട്. ലോ വോൾട്ടേജിൽ വരുന്നതാണ് റീവയറബിൾ ടൈപ്പ്, കാട്രിഡ്ജ് ടൈപ്സ്, ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ്, സ്ട്രൈക്കർ ഫ്യൂസ്, സ്വിച്ച് ഫ്യൂസ്. അതുപോലെ തന്നെ കാട്രിഡ്ജ് ഫ്യൂസിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡി ടൈപ്പ് കാട്രിഡ്ജ് ഫ്യൂസ് എന്നും ലിങ്ക് ടൈപ്പ് എന്നും. ലിങ്ക് ടൈപ്പിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം ബോൾട്ടഡ് ടൈപ്പ് എന്നും
നൈഫ് ബ്ലേഡ് ടൈപ്പ് HRC ലിങ്ക് ഫ്യൂസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 ഫ്യൂസ് മാത്രമാണ്, കിറ്റ്കാറ്റ് ഫ്യൂസിനെ കുറിച്ചും HRC ഫ്യൂസിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് അതിലോട്ട് പോകാം. എന്താണ് ഒരു കിറ്റ്കാറ്റ് ഫ്യൂസ് എന്ന് വെച്ചാൽ അതൊരു റീവയറബിൾ ആണ് അല്ലേ, ഒരു റീവയറബിൾ ഫ്യൂസാണ് കിറ്റ്കാറ്റ് ഫ്യൂസ് എന്ന് വെച്ചാൽ റീവയറബിൾ ഫ്യൂസാണ്. The most famous KitKat fuse, also known as rewirable fuse, mostly used in എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡസ്ട്രീസിലുണ്ട്, നമ്മുടെ ഹോം ഇലക്ട്രിക്കൽ വയറിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫോർ സ്മോൾ കറണ്ട് ആപ്ലിക്കേഷൻസിലാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതായത് ലോ വോൾട്ടേജ് സ്മോൾ കറണ്ട് ആപ്ലിക്കേഷൻസിന് ലോ വോൾട്ടേജ് സിസ്റ്റത്തിലാണ് ഈ നമ്മുടെ KitKat ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? എവിടെയാണ് ഉപയോഗിക്കുന്നത്? സ്മോൾ കറണ്ട് ലോ വോൾട്ടേജ് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കിറ്റ്കാറ്റ് ഫ്യൂസ് എന്ന് വെച്ചാൽ ലോ വോൾട്ടേജ് ഫ്യൂസാണ്, വിച്ച് ആർ ഓൾമോസ്റ്റ് യൂസ്ഡ് ഫോർ വയറിങ്. നമ്മൾ എവിടെയും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട് ഹൗസിലൊക്കെയാണ് അല്ലേ, അതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ആർ ഫാബ്രിക്കേറ്റഡ് വിത്ത് പ്രോസ്ലിൻ. ഇതൊരു പ്രോസ്ലിൻ മെറ്റീരിയലും അതുപോലെ കോപ്പർ ഫിറ്റിങ്സോടും കൂടെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഓർത്തോണം, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്? പ്രോസ്ലിൻ മെറ്റീരിയൽസും അതുപോലെ കോപ്പറിൻ്റെ ഒരു ഫിറ്റിങ്സും കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം പ്രോസ്ലിൻ എന്നാണ് ഒരു നല്ലൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അല്ലേ, അതുപോലെ തന്നെ പ്രോസ്ലിൻ നല്ലൊരു മെക്കാനിക്കൽ സ്ട്രെങ്തും ഉണ്ട്. അതുപോലെ കോപ്പർ നമുക്കെല്ലാം അറിയാം ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫ്യൂസിന് 2 എസെൻഷ്യൽ പാർട്സ് ഉണ്ട്, ഫ്യൂസ് ബേസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂസ് കരിയറുണ്ട്. എന്തൊക്കെയാണ് 2 എസെൻഷ്യൽ പാർട്സ് എന്ന് പറയുന്നത്? ഫ്യൂസ് ബേസും ഫ്യൂസ് കരിയറും. ഫ്യൂസ് ബേസ് തന്നെ 2 ടെർമിനൽസ് ഇന്നും ഔട്ടും ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു പാർട്ടാണ് ഫ്യൂസ് കരിയർ. അതെന്താണ്? വിച്ച് ഗ്രിപ്സ് ഈ ഫ്യൂസ് ഇലമെൻറ്റിനെ ഗ്രിപ്പ് ചെയ്ത് വെക്കാനാണ് ഫ്യൂസ് കരിയർ ഉപയോഗിക്കുന്നത്. ഈ എലമെൻ്റ് എല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു, അലുമിനിയോ അല്ലെങ്കിൽ ടിൻഡ് കോപ്പറോ ലെഡോ ഒക്കെ വെച്ച് ഇതിനെ ഫാബ്രിക്കേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ അഡ്വാൻറ്റേജ്, ഈ ഫ്യൂസ് കരിയറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്? വി ക്യാൻ സിംപ്ലി പ്ലഗ് ആൻഡ് റിമൂവ് ഫ്രം ദി ബേസ് ഓഫ് ദി ഫ്യൂസ് വിത്തൗട്ട് ദ റിസ്ക് ഓഫ് ഷോക്ക് അല്ലേ. നമുക്കിത് എന്ത് ചെയ്യാം? ഈ ഒരു സാധനം എന്താണ് ഊരിയും ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കത് ഊരാൻ പറ്റും അല്ലേ, ഒരു ഷോക്കൊന്നും അടിക്കാതെ നമുക്കത് ഊരാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ KitKat ഫ്യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? KitKat ഫ്യൂസ് എന്ന് വെച്ചാൽ അനദർ നെയിം ഓഫ് KitKat ഫ്യൂസ് റീവയറബിൾ ഫ്യൂസ് ആണ്. അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഇലക്ട്രിക്കൽ വയറിംഗ്, ഹോം ഇലക്ട്രിക്കൽ വയറിംഗ് അല്ലെങ്കിൽ സ്മോൾ കറണ്ട് ആപ്ലിക്കേഷൻസിലും ലോ വോൾട്ടേജ് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്താണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലാണ്. ഇതിന് പ്രോസ്ലിൻ കൊണ്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ഇതിന് 2 എസെൻഷ്യൽ പാർട്സ് ഉണ്ട്, ഒരു ഫ്യൂസ് ബേസും ഉണ്ട്, ഒരു ഫ്യൂസ് കരിയറും ഉണ്ട്. ഇതാ മനസ്സിലായല്ലോ? പിന്നെ ഈ എലമെൻറ്റിനെ ഫാബ്രിക്കേറ്റ് വെച്ചിട്ടുണ്ട്, അലുമിനിയോ ടിൻഡ് കോപ്പറോ ലെഡൊക്കെ വെച്ച് ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഫാബ്രിക്കേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ KitKat ഫ്യൂസ് എന്ന് വെച്ചാൽ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസാണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത്. ഈ കാട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് സച്ച് എസ് മോട്ടോർ എയർ കണ്ടീഷൻസ്, റെഫ്രിജറേറ്റർ, പമ്പ്സ് എക്സെട്ര വേർ ഹൈ വോൾട്ടേജ് റേറ്റിംഗും കറണ്ടും ഉള്ളിടത്താണ് നമ്മൾ കാട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. എവിടേക്കാണ്? ഹൈ വോൾട്ടേജ്, അത് ഓർത്തോണം, ഹൈ വോൾട്ടേജ് റേറ്റിംഗും കറണ്ടും ഉള്ളിടത്താണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? കാട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. മെയിൻലി ഏതൊക്കെ അപ്ലയൻസിലാണ് പ്രൊട്ടക്ട് ചെയ്യാനാണ്? എയർ കണ്ടീഷണേഴ്സും റെഫ്രിജറേറ്റർ, പമ്പ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് എത്രയാണ്? 600 ആംപിയർ ടു 600 വോൾട്ട് AC ആണിത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഇൻഡസ്ട്രീസ്, അതേപോലെ കൊമേഴ്ഷ്യൽ ആസ് വെൽ എസ് ഹോം ഡിസ്ട്രിബ്യൂഷൻ പാനൽസിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഈ കാട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസ് എന്ന് പറയുന്നത് ഹാസ് എൻ്റർലി ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ. ഈ ഫിഗർ കണ്ട ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ പോലെയാണ്. അതുപോലെ തന്നെ ഒരു മെറ്റൽ കോണ്ടാക്റ്റും ഇതിനുണ്ട്. ഈ ഫിഗർ കണ്ടല്ലോ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ പോലെ. അത് നമുക്ക് എന്താണ് നമ്മുടെ മറ്റ് KitKat ഫ്യൂസിനെ പോലെ അല്ല, ഇതൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആയിട്ടാണ്. കാരണം ഇത് ഹൈ വോൾട്ടേജ് റേറ്റിംഗ്സിലും കറണ്ടിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. D ടൈപ്പ് ഒന്നും ലിങ്ക് ടൈപ്പ് ഫ്യൂസസ് എന്നും 2 ക്ലാസിഫിക്കേഷനും ഉണ്ട്. നമ്മൾ കാട്രിഡ്ജ് ഫ്യൂസിന് തന്നെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. D ടൈപ്പ് എന്നും ലിങ്ക് ടൈപ്പ് ഫ്യൂസസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. എന്താണ് D ടൈപ്പ് കാട്രിഡ്ജ് ഫ്യൂസ് എന്ന് വെച്ചാൽ? This type of fuse is composed with a cartridge, base of the fuse, adapter, ring and a cap. ഈ D type cartridge ഫ്യൂസിന് എന്തൊക്കെയുണ്ട്? ഒരു ബേസ് ഉണ്ട്, അതുപോലെ ഒരു അഡാപ്റ്റർ റിംഗ് ഉണ്ട്, പിന്നെ ഒരു ക്യാപ്പും ഉണ്ട്. പിന്നെ ഈ ഫ്യൂസിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബേസ് തന്നെ എന്തുണ്ട്? ഒരു ഫ്യൂസ് ക്യാപ്പും ഉണ്ട്. കണ്ടോ? ഒരു ഫ്യൂസ് ക്യാപ്പും ഉണ്ട്, അത് നല്ലപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. വിത്ത് ഫ്യൂസ് ഇൻഗ്രീഡിയൻറ്റ് ബൈ കാട്രിഡ്ജ് ഫ്യൂസിൻ്റെ ഒരു അഡാപ്റ്റർ റിംഗ് വെച്ച് നല്ലപോലെ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് D ടൈപ്പ് കാട്രിഡ്ജ് ഫ്യൂസ് എന്ന് വെച്ചാൽ. അടുത്ത് പഠിക്കുന്നത് ലിങ്ക് ടൈപ്പ് ഫ്യൂസ്. അത് നമ്മുടെ കാട്രിഡ്ജ് ഫ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് D ടൈപ്പും ലിങ്ക് ടൈപ്പും. ഇതാണ് ലിങ്ക് ടൈപ്പ് കാട്രിഡ്ജ് ഫ്യൂസ് എന്ന് വെച്ചാൽ. ദിസ് ടൈപ്പ് ഓഫ് ഫ്യൂസ് നമുക്ക് എന്തോ പറയാം? HRC ഫ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാനിപ്പോൾ പഠിപ്പിക്കും എന്താണ് HRC ഫ്യൂസ്, അന്നേരം പറയാം. ഇതിലെന്താണ്? ദ ആർക്ക് വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ ദ ഫ്യൂസ് ബ്ലോൺ ഈസ് കൺട്രോൾഡ് ഈസ് ഫാബ്രിക്കേറ്റഡ് വിത്ത് പോസ്ലിൻ, സിറാമിക് ആൻഡ് സിൽവർ. ഇതിനെയും എന്ത് ചെയ്തിട്ടുണ്ട്?
ഇവിടെ ഉണ്ടാകുന്ന ആർക്ക് ജനറേറ്റ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോർസിലിൻ, സെറാമിക്, സിൽവറൊക്കെ വെച്ച് ഫാബ്രിക്കേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ദ കണ്ടെയ്നർ ഓഫ് ദി ഫ്യൂസ് എലമെൻറ്റ് ഈസ് പാക്ക്ഡ് വിത്ത് സിലിക്ക സാൻഡ് കൊണ്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ഫ്യൂസസ് എഗെയിൻ കാറ്റഗറി. ഇതിൽ വീണ്ടും നമുക്ക് എന്താണ് ബ്ലേഡ് ടൈപ്പ് എന്നും ബോൾട്ടഡ് ടൈപ്പ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഞാൻ HRC ഫ്യൂസ് പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ആർക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ അടുത്ത് പഠിക്കാൻ പോകുന്ന മെയിൻ ടോപ്പിക്കായ HRC ഫ്യൂസ്. എന്താണ് HRCയുടെ ഫുൾ ഫോം? ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് ആണ്. എന്താണ്? ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് ആണ്. ഈ HRC ഫ്യൂസിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡയഗ്രാം കൺസ്ട്രക്ഷനും ഉണ്ട്. ഇതിൽ എന്താണ് ഇത് നമ്മളിപ്പോൾ അറിയാം, നമുക്കിപ്പോൾ പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന ഈ മീറ്റർ ബോക്സിലൊക്കെ ഈ ഫ്യൂസാണ് യൂസ് ചെയ്യുന്നത്. HRC ഫ്യൂസാണ് ഇപ്പോഴത്തെ കാലത്ത് പുതിയതായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 63 ആംബിയർ റേറ്റിംഗ് ആണ്. ഹൈ 63 ആംബിയർ റേറ്റിംഗ് വരും. അതായത് ദ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഈസ് ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി സേഫ്ലി ബി ഇൻറപ്റ്റഡ് ബൈ ദ ഫ്യൂസ്. അതായത് ഒരു ഫ്യൂസിലൂടെ സേഫായിട്ട് കടത്തിവിടാൻ പറ്റുന്ന മാക്സിമം കറണ്ടിനെയാണ് അതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഒരു ഫ്യൂസിലൂടെ സേഫായിട്ട് കടത്തിവിടാൻ പറ്റുന്ന മാക്സിമം കറണ്ടിനെയാണ് അതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഹൈ ആയിട്ടുള്ള കറണ്ട് വരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്യൂസിലൂടെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂസാണ് HRC ഫ്യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഹൈ ആയിട്ടുള്ള കറണ്ടിന് വരെ ഈ ഫ്യൂസിലൂടെ ഈ HRC ഫ്യൂസിൽ എന്തായാലും വളരെ ഈസി ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ ഒരു HRC ഫ്യൂസിന് അതിൻ്റെ റേറ്റഡ് കറണ്ടിനെ കാട്ടി 20 മടങ്ങ് ഫോൾട്ട് കറണ്ട് വരുമ്പോൾ അതിന് ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് എന്താണ് നമ്മുടെ കണ്ടോ നമ്മുടെ ദീസ് ഫ്യൂസസ് ആർ ഡെസിഗ്നേറ്റഡ് വിത്ത് ഹൈ റപ്ചറിങ് കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ ഹൈ ബ്രേക്കിംഗ് കപ്പാസിറ്റിയാണ്. അതായത് ഈ ഒരു HRC ഫ്യൂസിന് അതിന് റേറ്റഡ് കറണ്ടിനെ കാട്ടിയും 20 മടങ്ങ് എന്ത് ചെയ്യാൻ പറ്റും? 20 മടങ്ങ് അതിന് ഫോൾട്ട് കറണ്ട് വരുമ്പോൾ അതിനെ ഈസിയായി കടത്തിവിടാം അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും എല്ലാം ഹൈ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് കപ്പാസിറ്റിയാണ് ഇതുള്ളത്. പിന്നെ ഈ HRC ഫ്യൂസ് എവിടെ ഉപയോഗിക്കുന്നത്? ഹൈ സ്പീഡ് ഓപ്പറേഷനാണ്. ഭയങ്കര ഹൈ സ്പീഡ് ഓപ്പറേഷനാണിത്. മനസ്സിലായോ? അതാണ് ഹൈ സ്പീഡ്. അത് എന്തുകൊണ്ടാണ് ഹൈ സ്പീഡ് ഓപ്പറേഷൻ പറയാൻ കാരണം? അതായത് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഹേർട്സ് ആണ്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 50 ഹേർട്സ് അല്ലേ? നമ്മുടെ ഹൗസിലൊക്കെ വരുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 50 ഹേർട്സ് ആണ്. ഇവിടെ നോക്കുക, നമ്മുടെ HRC ഫ്യൂസ് എന്ത് ചെയ്യുന്ന അറിയാമോ? അതായത് 50 ഹേർട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ? 50 സൈക്കിൾ. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? ഒരു സെക്കൻഡിൽ 50 സൈക്കിൾ. ഈ HRC ഫ്യൂസ് ആണെങ്കിൽ എന്താണ്? ഈ HRC ഫ്യൂസ് ഈ സൈക്കിളിൻ്റെ 1/4 ആകുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഓപ്പറേറ്റ് ചെയ്തിരിക്കും. മനസ്സിലായോ? അതായത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 50 സൈക്കിളാണ്. നമ്മുടെ HRC ഫ്യൂസ് എന്ത് ചെയ്യും? ഈ 50 സൈക്കിളിൻ്റെ 1/4 ആകുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കും. അതായത് എത്രയാണ് 1/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? അതായത് ഒരു 0.005 സെക്കൻഡാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. എത്രയാണ്? 5 മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ 0.05 സെക്കൻഡ് എന്ന് പറയാം. അതാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് എന്താണ്? അത് അത്രയും ഫാസ്റ്റാണ് അല്ലേ? അതായത് ഒന്നുകൂടെ പറയാതെ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹേർട്സ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 50 സൈക്കിൾസ് ഇങ്ങനെ വരും ആണല്ലോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ HRC ഫ്യൂസിൽ ആ സൈക്കിളിൽ 1/4 ആകുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? അത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് എത്രയാണ്? ഒരു 5 മില്ലി സെക്കൻഡ് ആകുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 5 മില്ലി സെക്കൻഡാണ്. അത്രയും ഫാസ്റ്റാണ്. അതായത് ഇപ്പോൾ ഒരു ഹൈ ഫോൾട്ട് കറണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ HRC ഫ്യൂസ് എന്ത് ചെയ്യും? ആ 5 മില്ലി സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യും? നമ്മുടെ മെയിൻ സർക്യൂട്ടിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും ഒരു ഫോൾട്ട് കറണ്ടോ ഒരു ഓവർലോഡോ ഒക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ HRC ഫ്യൂസ് 5 മില്ലി സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ മെയിൻ സർക്യൂട്ടിൽ നിന്ന് അത് കട്ട് ചെയ്ത് പോവും. മനസ്സിലായോ? They are generally larger than screw type fuse and have ferrule cap or blade contacts ഒക്കെ ഇതിന് ഉണ്ട്. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി മേ ബി റേറ്റഡ് ടു ഇൻറപ്റ്റ് കറണ്ട് ഓഫ് 120 കിലോ ആംബിയർ കറണ്ട് വരെ അതിന് ഇൻറപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കാം. ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ഞാൻ പറയാം. ജസ്റ്റ് ഒന്ന് നോക്കിയോണേ. ഇതിൻ്റെ ഈ ഒരു ഫിഗർ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫിഗർ. അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു സെറാമിക് ബോഡി ഉണ്ട്. ഒരു സെറാമിക് ബോഡിയാണ്. പിന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് മെറ്റൽ കണ്ടക്റ്റിംഗ് കോമ്പണൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഫ്യൂസിങ് എലമെൻറ്റ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഫ്യൂസിങ്. അതായത് ഒരു സെറാമിക് ബോഡി, പിന്നെ രണ്ട് സൈഡിൽ രണ്ട് മെറ്റൽ കണ്ടക്ടിവിറ്റി കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫ്യൂസിങ് എലമെൻ്റ് ഉണ്ട്. ഈ ഫ്യൂസിങ് എലമെൻറ്റിൻ്റെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? സിലിക്കൺ സാൻഡ് ഉണ്ട്. ഈ ഫ്യൂസിങ് എലമെൻറ്റിൻ്റെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സിലിക്ക സാൻഡാണ്. ഈ ഫ്യൂസിങ് എലമെൻറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് സിലിക്ക സാൻഡ് കൊണ്ടാണ്. ഇപ്പോൾ ഈ ഫ്യൂസിങ് എലമെൻറ്റ് ചൂടായിട്ട് ഇതെന്ത് ചെയ്യും? ഇത് ബ്രേക്ക് ആവൂലേ? ആ ബ്രേക്ക് ആവുന്ന ആ പോയിന്റിൽ തന്നെ ഈ സിലിക്ക സാൻഡ് വന്ന് അതിലെന്ത് ചെയ്യും? ആർക്ക് കൊഞ്ചിങ് നടത്തും. ആർക്ക് കൊഞ്ചിങ്ങിന് വേണ്ടി സഹായിക്കുന്ന സിലിക്ക സാൻഡാണ്.
മനസ്സിലായത്? അത് ഈ ഫ്യൂസിങ് എലമെൻറ്റ് ചൂടായിട്ട് ഇത് ബ്രേക്ക് ആവുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ഈ സിലിക്ക സാൻഡ് എന്ത് ചെയ്യും അതിൽ ആർക്ക് കോഞ്ചിങ്ങിനെ സഹായിക്കും. അതായത് ആർക്ക് കോഞ്ചിങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് ഒരു ഫ്യൂസ് ബേസ്റ്റ് ആകുമ്പോൾ എന്ത് പറ്റും, സ്പാർക്ക് വരൂലേ, ആ ഒരു സ്പാർക്ക് വരുന്ന കാരണം അതാ ആ ഒരു സ്പാർക്കിനെ ഈ ഒരു സ്പാർക്കിനെ കെടുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർക്ക് കൊഞ്ചിങ്. ആ ഒരു സ്പാർക്ക് ആ സ്പാർക്കിനെ ഓഫ് ആക്കുന്ന അല്ലെങ്കിൽ കെടുത്തുന്ന ആ ഒരു പ്രോപ്പർട്ടീനെ ആർക്ക് കൊഞ്ചിങ് എന്ന് പറയുന്നത്. ഇതിന് സഹായിക്കുന്ന ആരാണ്? സിലിക്ക സാൻഡാണ് ഇതിന് സഹായിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, സിലിക്ക സാൻഡ് ഉള്ളതുകൊണ്ട് അവിടെ സ്പാർക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? അതാണ് നമ്മുടെ HRC ഫ്യൂസ് എന്ന് വെച്ചാൽ. മനസ്സിലായല്ലോ HRC ഫ്യൂസ് എന്ന് വെച്ചാൽ? നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം എന്തൊക്കെയാണ്, എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയേഴ്സ് ഹൈ ആസ് വെൽ ആസ് ലോ ഫോൾട്ട് കറണ്ട്. അതായത് ഹൈ ഫോൾട്ട് കറണ്ട് വന്നാലും ലോ ഫോൾട്ട് കറണ്ട് ആയാലും ഒരുപോലെ എന്ത് ചെയ്യും, സേഫ് ആയിട്ട് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡു നോട്ട് ഡിറ്റൂറേറ്റ് വിത്ത് ഏജ്. അതായത് കാലപ്പഴക്കമൊന്നും ഇതിന് കാലപ്പഴക്കമൊന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? കാലപ്പഴക്കം ഉണ്ടായെന്ന് വെച്ചാൽ ഇത് ചീത്തായൊന്നും പോകത്തില്ല. ഹാവിങ് ഹൈ സ്പീഡ് ഓപ്പറേഷൻ ആണ്. ഇതിന് മെയിൻ്റനൻസ് ഒന്നും വേണ്ട. പിന്നെ എന്താണ്, ചീപ്പർ ദാൻ അതർ സർക്യൂട്ട്. അതായത് അതർ സർക്യൂട്ട് ഇൻട്രപ്റ്റിംഗ് ഡിവൈസ് വിത്ത് സെയിം റേറ്റിംഗ്. അതായത് നമ്മുടെ HRC ഫ്യൂസിൻ്റെ കപ്പാസിറ്റി വെച്ചുള്ള എക്യുപ്മെൻറ്റ്സ്, അതായത് നമ്മുടെ MCP ഒക്കെ വരൂലേ ആ സെയിം കപ്പാസിറ്റി, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ സാധാരണ ഫ്യൂസ് വരെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് നമ്മുടെ HRC ഫ്യൂസിന് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓക്കെ. പിന്നെ എന്താണ് പെർമിറ്റ് കോൺസിസ്റ്റൻറ്റ് പെർഫോമൻസ്. അതായത് എന്താണ്, നല്ലൊരു അതിൻ്റെ പെർഫോമൻസ് എപ്പോഴും കോൺസിസ്റ്റൻറ്റ് ആയിട്ട് നടക്കും. പിന്നെ എന്താണ്, ഇതിന് പിന്നെ നോയ്സോ സ്മോക്കോ അതൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ആഫ്റ്റർ ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അതായത് അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ഊരിപ്പറക്കുകയൊക്കെ ചെയ്യുന്നത് അത് കുറച്ച് ഇതാണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിന് കുറച്ച് ഹീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക, ആർക്ക് കാരണം കുറച്ച് ഹീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? പിന്നെ ഇതിലൊരു ടേമും കൂടെ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, ഫ്യൂസിങ് കറണ്ട് എന്താണ് ഒരു ഫ്യൂസിങ് കറണ്ട് എന്ന് വെച്ചാൽ, അത് ഇതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂസിങ് കറണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഫ്യൂസിങ് കറണ്ട് എന്ന് വെച്ചാൽ ഒരു കറണ്ട് ഒരു കറണ്ട് ആ വയറിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ വയർ എന്ത് ചെയ്യും, മെൽറ്റായി ആ ഒരു സർക്യൂട്ട് ബ്രേക്ക് ആവാൻ വേണ്ടിയുള്ള ഒരു കറണ്ടിനെയാണ് ഫ്യൂസിങ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കറണ്ട് ഒരു വയറിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ വയർ മെൽറ്റായി അല്ലെങ്കിൽ ആ സർക്യൂട്ട് ബ്രേക്ക് ആവാൻ വേണ്ടിയുള്ള ഒരു കറണ്ടിനെയാണ് നമ്മൾ ഫ്യൂസിങ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഫ്യൂസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ സിലബസിൽ ഫ്യൂസിനെ കുറിച്ച് മെയിൻലി ഉള്ളത് കാർട്രിഡ്ജ് ഫ്യൂസും നമ്മുടെ HRC ഫ്യൂസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിനാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ക്രാഷ് കോഴ്സ് നടത്തി വരികയാണ്. അതിൻ്റെ നമ്മൾ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്രാഷ് കോഴ്സ് നടത്തി വരികയാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലഗ്രാമിലാണ് ക്രാഷ് കോഴ്സ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.